Okay, good afternoon, everyone. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you. Thought of the day. Good afternoon, ma'am and everyone. Believe in yourself is the first secret of success. ഈ ഒരു തോട്ട് കേട്ടിട്ടില്ലേ? നമ്മുടെ സക്സസിന്റെ ഫസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്നത് നമ്മളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് തന്നെയാവണം ആത്മവിശ്വാസം. തോട്ട് ബൈ റോഷ്നി. താങ്ക് യു. Good afternoon, Jisha ma'am and my friends. I am Tanuja. Today I am starting Jisha ma'am's class. Is signing in with a short story. The Lion and the Mouse. Once upon a time, there lived a lion and a mouse. One day, lion was sleeping. The mouse started playing on it. Lion woke up. He caught the mouse and was going to kill. The mouse requested for forgiveness. The lion let him to go. After some days, lion caught in a net. Mouse started chewing the ropes. Soon the lion was free. He thanked the mouse. Moral: small acts of kindness will be rewarded greatly. ചെറിയ കാരുണ്യ പ്രവൃത്തികൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും. താങ്ക് യു. ഗൈസ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ പ്രയറും സൈൻ ഇൻ സൈൻ ഔട്ടിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗ്രൂപ്പോ അങ്ങനെ വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? എടാ 2 ദിവസം ഞങ്ങൾ MD9 ചെയ്തില്ലേ? ഇനി തിങ്കളാഴ്ച തൊട്ട് MD10ഉം 11ഉം അങ്ങനെ ചെയ്യാമോ? ഓക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തു. എങ്ങനെയാണ് ഇത് ആക്കിയിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും കൂടി ജോയിൻ ചെയ്യും. അതാണ് ചോദിച്ചത്. ഓക്കെ ആണ്, നമുക്ക് അങ്ങനെ ചെയ്യാട്ടോ. ഗ്രൂപ്പ് ഒന്നും ആരുടെ നമ്പർ ഇല്ലാത്തോണ്ട് നെറ്റ്വർക്ക് ക്ലിയർ ആയിട്ടില്ല. റോഷിനി ഒന്ന് എന്താ പറഞ്ഞെന്ന് ക്ലിയർ ആയി പറയും. ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞെന്ന്. എടാ 2 ദിവസം ഞങ്ങൾ ചെയ്തു. ഇനി 2 ദിവസം MD10, 2 ദിവസം MD11, പിന്നെ 2 ദിവസം MD9 അങ്ങനെ റൊട്ടേഷൻ ആയിട്ട് വരാമെന്ന് വിചാരിച്ചേ. ഓക്കെ അല്ലേ? നിങ്ങളുടെ എന്ത് ചെയ്യാനാണ്? പ്രയർ, സൈൻ ഇൻ, തോട്ട്, സൈൻ ഔട്ട് അത്രയും ചെയ്യാനായിട്ടാണ്. ഞങ്ങൾക്ക് ഡിപ്ലോമയുടെ ക്ലാസ്സിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നമ്പർ അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തത്. നിങ്ങളുടെ അവിടെ നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് അങ്ങനെ ചോദിക്കാനൊന്നും പറ്റാഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മൺഡേ അപ്പൊ MD10 ചെയ്യുന്നേ? അത് അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തോണ്ടേ ഇല്ലാതായിപ്പോ, അതുകൊണ്ടാ ചോദിച്ചേ. ഇന്ന് ഏത് ഗ്രൂപ്പാണ് ചെയ്തത്? MD10 ആണോ? ഞങ്ങൾ ഇന്നലെ ഇന്നും ചെയ്തത് MD9 ആണ്. 9 ആണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത 10 ചെയ്ത് കഴിഞ്ഞോ? കാരണം ഓൾറെഡി 2 ഡേയ്സ് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ PG-കാരുടെ മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. കാരണം ക്ലാസ് വർക്കും എന്താണെങ്കിലും നമുക്ക് അത് ഷെയർ ചെയ്ത് ബെറ്റർ നമുക്ക് ഗ്രൂപ്പ് തുടങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത്.
Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. So, നിങ്ങൾക്ക് പി ജിയുടെ 3 ക്ലാസ്സസ് കഴിഞ്ഞു അല്ലേ ഈ വീക്കിലെ? സോ ഫോർത്ത് ഡേ ആൻഡ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും സെമിനാർ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ. ഒരു സെക്കൻഡ് ഒന്ന് തരണേ. ഓക്കെ. സോ സ്റ്റാർട്ട് ചെയ്തു, 3 ക്ലാസ്സസ് കഴിഞ്ഞു. സോ ഹൗ ഡു യു ഫീൽ? എങ്ങനെയുണ്ട് പി ജി? ഡിപ്ലോമ ആയിട്ട് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ് മാം. എക്സാം വളരെ ഈസി ആയിരിക്കും. ഡിപ്ലോമ ആയിട്ട് എക്സ്ട്രീംലി ഡിഫറെന്റ്. നിങ്ങൾ എന്തോ കൊമേഴ്സ് ഒക്കെ പഠിക്കുവാണോ, MBA യുടെ ക്ലാസ്സിൽ പോയിരിക്കുവാണോ എന്നൊക്കെ തോന്നിപ്പോവും. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളും, എങ്ങനെ ആ ഒരു സ്കൂളിനെ മാനേജ് ചെയ്യാൻ പറ്റും, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന രീതികൾ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, അത് മാത്രമല്ല പബ്ലിക്കുമായിട്ട് സ്കൂളിന് വരുന്ന റിലേഷൻഷിപ്പ്. സ്കൂൾ എന്ന് പറഞ്ഞൊരു ഫാക്ടറി അല്ല, കുറെ പ്രോഡക്ട്സിനെ ഉണ്ടാക്കി വിടുന്ന ഫാക്ടറി അല്ല. സ്കൂള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്കം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്. അവർക്ക് നോളജ് മാത്രമല്ല, സ്കിൽസ് മാത്രമല്ല ഉണ്ടാവേണ്ടത്, അവരിൽ എംപതി, അങ്ങനെ കുറെ ക്വാളിറ്റീസ് അവരിൽ വരണം അല്ലെ. അല്ലാണ്ട് മെഷീൻസ് പോലെ കുറെ പ്രോഡക്ട്സ്, റോബോട്ട്സിനെ പോലെ ഉണ്ടാക്കി വിടുന്ന ഒരു ഫാക്ടറി ആയിട്ട് സ്കൂൾ ആകരുത്. അതാണ് ഇതിന്റെ ഒരു ബ്രീഫ് വരുന്നത്. മോഡ്യൂൾ 4 നമ്മൾ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ അതെല്ലാമാണ് പറയുന്നത്. സൂപ്പർവിഷനും ഇൻസ്പെക്ഷനും ഒക്കെ വരും. പിന്നെ മോഡ്യൂൾ 5 വരുമ്പോൾ സ്കൂളിന് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഓക്കെ ഫൈൻ. പിന്നെ ടീച്ചേഴ്സിന് പാരന്റ്സുമായിട്ടുള്ള കണക്ഷൻ, പാരന്റ്സിനെ എങ്ങനെ ആക്റ്റീവ് ആക്കാം, സൊസൈറ്റിക്ക് ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു നമ്മളുടെ ലൊക്കാലിറ്റിയിൽ ഒരു സ്കൂള്, കോളേജ് എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രൗഡ് തന്നെയാണ് അല്ലെ. യെസ്, ഞങ്ങളുടെ വീടിനടുത്താണ് സ്കൂൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിനടുത്താണ് കോളേജ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും നല്ലൊരു ഔട്ട്കം റിസൾട്ട് വരുന്ന ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീൽ ആണ്. നമ്മളൊരു ഏരിയയിൽ നിന്ന് വേറൊരിടത്തേക്ക് പോകുമ്പോൾ ആ ഒരു സ്കൂളിന്റെ ഐഡന്റിറ്റിയിൽ നമ്മളെ തിരിച്ചറിയുന്നതൊക്കെ വരുമ്പോൾ അതൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ആ സ്കൂൾ നിങ്ങളുടെ അവിടെയുള്ള സ്കൂൾ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ്സ് എ ഡിഫറൻസ്. അല്ലെങ്കിൽ ആ കോളേജ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ ചോദിക്കും. അതാണ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം, സ്കൂൾ തന്നെ ആവണമെന്നില്ലല്ലോ, കോളേജ് എന്ത് ഭാഗം. നിങ്ങൾക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് മോഡ്യൂൾ 4 5th യൂണിറ്റ് ഉണ്ട്, എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ. അപ്പൊ നമുക്ക് പി ജിയിൽ നമുക്കൊരു സെമിനാർ എന്നൊരു സെഷൻ ഉണ്ട്, 100 മാർക്കിന്റെ സെമിനാർ എന്നൊരു സെഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക് നോക്കിയിട്ട് സെമിനാർ ഏതൊക്കെ ടോപ്പിക്, ഏതെങ്കിലും ടോപ്പിക് സെമിനാർ എടുക്കണം എന്ന് താല്പര്യമുണ്ട്. സെമിനാർ എടുക്കുന്ന താല്പര്യം തന്നെ നമ്മളെല്ലാവരും ഒരു സെമിനാർ ചെയ്യണം. ക്ലാസ്സിൽ ഇനി സെമിനാർ ചെയ്യാൻ പറ്റാത്തവര് അത് പ്രിപ്പയർ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് എല്ലാവരും ഒരു റിപ്പോർട്ട്, സെമിനാർ റിപ്പോർട്ട് ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വേണം, അത് കയ്യിൽ സൂക്ഷിക്കുക തന്നെ വേണം. പിന്നെ ക്ലാസ്സിൽ എടുക്കാത്തവര് അത് വൈവ സമയത്ത് പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷനിൽ നമുക്ക് ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ കുറേയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് സൂപ്പർവിഷന്റെ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സെമിനാർ ആയിട്ട് ക്ലാസ്സിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യും. അങ്ങനെ ആ ഒരു ടോപ്പിക് ഞാൻ തരുന്നു. അപ്പൊ ഞാൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ തുടങ്ങി വെക്കുമെങ്കിലും ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ഞാൻ ഇപ്പോൾ ഒന്ന് ബ്രീഫ് ചെയ്തേ പോവുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് സെമിനാർ എടുക്കണമെങ്കിൽ യു ക്യാൻ ടേക്ക് ദാറ്റ് ടോപ്പിക് സെമിനാർ. ഇനി ആരും എടുത്തില്ലെങ്കിൽ മാത്രമാണ് ഞാനത് ഡീപ്പായിട്ട് പറയും. സോ പേജ് നമ്പർ 79 ഞാൻ ഷെയർ ചെയ്യാം. പി ജിയുടെ ടെക്സ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറെ ന്യൂ വേർഡ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ട്. അതൊക്കെ ഞാനത് കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരാം.
ഓക്കെ, സോ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ, നിങ്ങൾക്ക് ഇൻസ്പെക്ഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, അത് അശ്വിനി മിസ് എടുക്കും. അപ്പോ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പ് ടീച്ചേഴ്സ് പറയും അടുത്ത ദിവസം ഇൻസ്പെക്ടർ വരുന്നുണ്ട്, എല്ലാവരും നല്ല യൂണിഫോം ഒക്കെ ഇട്ട് വരണം, സ്കൂൾ ക്ലാസ് റൂം ഒക്കെ നീറ്റ് ആക്കലും സ്കൂളിന്റെ സറൗണ്ടിങ്സ് നല്ല ക്ലീൻ ചെയ്യലും. ഏതോ ഒരു പേടി, അങ്ങനെ ഒരു ഭീകരം വരുന്ന പോലെയാണ് നമ്മളുടെ അന്നത്തെ ആ ഒരു അവസ്ഥ അല്ലെ. അപ്പൊ അങ്ങനെ പറയും, എന്നിട്ട് കുറെ ടോപ്പിക്സ് ഒക്കെ നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കും, പഠിപ്പിക്കും, എന്നിട്ട് നല്ലതുപോലെ ആൻസർ ചെയ്യുന്നവരെ കൊണ്ടുപോയി ഫ്രണ്ടിൽ ഇരുത്തും. എന്നിട്ട് എല്ലാവരും നല്ല നീറ്റായിട്ട് ഭയങ്കര ഡിസിപ്ലിനോട് കൂടി ക്ലാസ്സിലിരിക്കും. സാറ് വരും, നോക്കിയിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെ പോകും. അങ്ങനെ ഒരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടോ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലെ അല്ലെ? അങ്ങനെ സ്കൂളിൽ നമുക്ക് അത് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ സ്കൂൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് പണ്ട് തുടങ്ങിയുണ്ട്. പക്ഷെ ഒരു 19th സെഞ്ചുറി, ഇത് ശരിക്കും ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ബ്രിട്ടനിലായിരുന്നു. 19th സെഞ്ചുറിയിൽ ഇതൊരു മെയിൻ, ശരിക്കും ഈ ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നത് എന്തിനാണ്? സ്കൂളിലൊക്കെ ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കുക, കുട്ടികളെ ബുദ്ധിമുട്ടിക്കുക, ഒരാവശ്യമാണല്ലോ ശരിക്കും ഇൻസ്പെക്ഷന്റെ ഉദ്ദേശം? പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? അതെ അതെ, സ്കൂളിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതിന്റെ വർക്കിംഗ് ക്വാളിറ്റി, കുട്ടികൾ ഏത് ലെവലിലെത്തി, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അന്നത് നടത്തുന്നത്. ഒരു ക്വാളിറ്റി എൻഹാൻസ്മെന്റ് അഷ്വർ ചെയ്യുക, അതിന്റെ ഒരു എൻഷറിങ്, അതാണ് നടക്കുന്നത്. ഇതൊരു ടൂളാണ് ശരിക്കും. ഇത് മോണിറ്റർ ചെയ്യാനൊരു ടൂളാണ്. വായിച്ചു പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ബ്രീഫ് ചെയ്യാണ്. നിങ്ങൾ പതുക്കെ വായിച്ചാൽ മനസ്സിലാകുന്ന ടോപ്പിക് തന്നെയാണ്. അപ്പോ ഇത് അന്നത്തെ കാലത്ത് ഇതൊരു അതോറിറ്റി ബേസ്ഡ് ആയിരുന്നു. കുറെ റൂൾസും റെഗുലേഷൻസും അവരുടെ കുറെ കോഡ്സ് അങ്ങനെ കുറെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്ത്യയിലും ഈ സിസ്റ്റത്തിന്റെ ഇത് വന്നു. ആ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നല്ലോ നമ്മളുടെ ആദ്യകാലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്. ശരിക്കും അവരാണ് പല സ്കൂളും സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ബ്രിട്ടൻ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഫ്രീഡം കിട്ടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. സ്കൂളിൽ മിഷണറി സ്കൂൾസ് ഒക്കെ ആയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഒരു കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇത് നടന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അഡ്വാൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കരമായിട്ട് അതോറിറ്റികൾ കൺട്രോൾ ചെയ്യുന്ന പോലെയായിരുന്നു. ഇതിന്റെ നേച്ചർ അതോറിറ്റേറ്റീവ്, അതുപോലെ തന്നെ ഓട്ടോക്രാറ്റിക്. നമുക്കറിയാം ഏകാധിപത്യം അല്ലെ, ഒരാൾ നിന്നുകൊണ്ട് അങ്ങനെ വേണം എന്നൊക്കെ പറയുന്ന ഒരു രീതി. പിന്നെ ഇല്ലോജിക്കൽ, ലോജിക്കൽ അല്ലാത്ത രീതിയിൽ. നമ്മുടെ ഇപ്പോഴത്തെ രീതികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലേ, എല്ലാം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ അന്നത്തെ ഒരു സ്കൂൾ സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ എന്ന രീതിയിൽ വന്നിരുന്ന ഒരാള് ഇതുപോലെയായിരുന്നു. ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ടും ഓട്ടോക്രാറ്റിക്, അയാൾ പറയുന്നതേ കേൾക്കാൻ പാടുള്ളൂ, അയാൾ പറയുന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു രീതിയിൽ ലോജിക്കൽ അല്ലാത്ത രീതിയിലായിരുന്നു. ഈ മൂന്ന് കാര്യങ്ങള് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഇൻസ്പെക്ടർ, നമുക്കിപ്പോ അറിയാം പോലീസ് ഇൻസ്പെക്ടർ എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്കതിനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു ഫീല് വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇൻസ്പെക്ടർ എന്നുള്ളത് അതിനേക്കാളും കൂടുതൽ ഈ സൂപ്പർവൈസർ എന്നുള്ള പേര് കുറച്ചുകൂടെ നമ്മൾ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം. ഒരു സുപ്പീരിയർ ആയിട്ട് ഒക്കെ ആയിരുന്നു വന്നത്. ഇവർക്കൊരു നെഗറ്റീവ് ഇന്റൻഷൻ, നെഗറ്റീവ് കൊണോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇന്റൻഷൻ. അതുപോലെ തന്നെ പല കൺട്രികളിലും ഇതൊരു ടാബു ആയിട്ട് മാറില്ല. ഫോർബിഡൻ, ടാബു എന്ന് പറഞ്ഞാൽ ഫോർബിഡൻ, വേണ്ടാത്ത കാര്യം എന്നുള്ള രീതിയിൽ മാറി. അപ്പൊ ഈ ഒരു രീതി ഒരു ഓൾഡ് ഫാഷൻഡായി. അപ്പോ ഓട്ടോക്രാറ്റിക് എന്നുള്ളത് മാറി ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഒരു രീതിയിലേക്ക് മാറി. പല കൺട്രീസും ആ ഒരു രീതിയിലേക്ക് മാറാനായിട്ട് തുടങ്ങി. ഒരു 20th സെഞ്ചുറി ഒക്കെ ആയപ്പോഴേക്കും അതിന്റെ ഒരു ബിഗിനിങ് ആയി. 19th സെഞ്ചുറിയിൽ വളരെ ടഫായിരുന്നു ഇതിന്റെ, കാരണം ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലായിരുന്നു അന്ന് നടന്നിരുന്നത്. 20th സെഞ്ചുറി ഒക്കെ ആയപ്പോഴേക്കും അത് മാറി കുറച്ചുകൂടെ കാര്യങ്ങൾ ഫ്ലെക്സിബിൾ ആകാനായിട്ട് തുടങ്ങി. ഇത് സ്ട്രിക്റ്റ്, റിജിഡ് എന്നുള്ളതിൽ നിന്ന് ആ സൂപ്പർവിഷൻ, അതിൽ നിന്ന് ഒരു ഡെമോക്രാറ്റിക് സൂപ്പർവിഷനിലേക്ക് മാറി. ഈ ഒരു രീതി, ഇങ്ങനെ ഒരാൾ കൺട്രോൾ ചെയ്യുക, ഒരാളുടെ അതോറിറ്റി, അയാൾ ഓട്ടോക്രാറ്റിക് റൂൾസ് വെക്കുന്നു,
അങ്ങനെ ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെയുള്ളതിൽ നിന്നും അത് മാറി റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഫ്ലെക്സിബിൾ അല്ലാത്തതിൽ നിന്ന് അത് ഫ്ലെക്സിബിൾ ആയ ഒരു രീതിയിലേക്ക് മാറി സൂപ്പർവിഷൻ എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോ പല കൺട്രീസും ഈ ഒരു സൂപ്പർവിഷൻ അതാണ് നല്ലത് എന്നുള്ള രീതിയിൽ എല്ലാവരും അതിലേക്ക് മാറുമായിരുന്നു. ഫോക്കസ് എന്തായിരുന്നു? ശരിക്കും സൂപ്പർവിഷൻ ഇതൊരു സർവീസ് പോലെ, ഇത് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ക്വാളിറ്റിയും എഫിഷ്യൻസിയും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡറെ പോലെ സൂപ്പർവൈസർ ആയി മാറി. നമ്മൾ സർവീസ് ആയിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾ ഒരിക്കലും സ്ട്രിക്ട് റൂൾസോ ഇങ്ങനെയൊന്നും ഫ്ലെക്സിബിൾ ആയ രീതിയിൽ തന്നെ നോക്കും, അല്ലെ? അതാണ് സൂപ്പർവിഷന്റെ ഒരു വ്യത്യാസം. ആദ്യകാലങ്ങളിലെ സ്കൂൾ ഇൻസ്പെക്ടറും സൂപ്പർവിഷനും തമ്മിലുള്ള, ആദ്യകാലങ്ങളിലെ സ്കൂൾ ഇൻസ്പെക്ടർ കേട്ടോ, ഇപ്പോഴത്തെ ഇൻസ്പെക്ഷൻ അല്ല പറഞ്ഞത്, അതും ഈ സൂപ്പർവിഷനും തമ്മിലുള്ള. ഈ നമ്മള് PG കോഴ്സുകൾക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് പുറത്തുള്ള ഏതെങ്കിലും കോളേജിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു ഗൈഡ് ഉണ്ടാവും. ചില കോഴ്സുകൾക്കൊക്കെ ആ ഗൈഡിനെ സൂപ്പർവൈസർ എന്നാണ് പറയുന്നത്. നമ്മുടെ എക്സ്റ്റേണൽ സൂപ്പർവൈസർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നു, നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. ആ വേർഡിന് അത്രത്തോളം ഗൈഡ് എന്നുള്ളത് മാറി എക്സ്റ്റേണൽ ഗൈഡ്, ഇന്റേണൽ ഗൈഡ് എന്നൊക്കെ ആയിരുന്നു ഒരു 20 years ബാക്ക് ഒക്കെ ഞങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോ അത് എക്സ്റ്റേണൽ സൂപ്പർവൈസർ, ഇന്റേണൽ സൂപ്പർവൈസർ എന്നായി. അപ്പൊ ആ പേരിൽ തന്നെ ആ വ്യത്യാസം കൊണ്ടുവന്നു. ഇനി സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇപ്പൊ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുവാണ്. നമ്മൾ സാധാരണ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ ഫ്ലോർ സൂപ്പർവൈസർ അങ്ങനെയൊക്കെ കാണാം, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്തൊരു സൂപ്പർവൈസർ ഉണ്ടാകും, അല്ലെ? അങ്ങനെയൊക്കെ ആ ഒരു സൂപ്പർവൈസറുടെ ജോലി എന്താണ്? ഒരു കുറച്ച് ആളുകൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യുക. അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് നേരിടുകയോ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. ഈ പറഞ്ഞ ഏരിയകളിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. അപ്പൊ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അതാണ്, ഒരു ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അറ്റ്ലീസ്റ്റ് 2 persons ഫോർ ദി റിനോവേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ടീച്ചർ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാണ്. ടീച്ചർ പുതുതായി ജോയിൻ ചെയ്ത ടീച്ചറാണെന്ന് വിചാരിക്കും, അല്ലെ? പുതുതായി നമ്മളൊരു ഇവിടെ വർക്ക് ചെയ്യാണ്, നമ്മൾ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയി, നമ്മൾ 2-3 വർഷമായി. പുതിയൊരു ടീച്ചർ വരുമ്പോൾ നാച്ചുറലി നമ്മൾ എന്താ ചെയ്യുന്നത്? അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ. അപ്പൊ അവിടെ നമ്മളൊരു സൂപ്പർവൈസർ ചെയ്യുന്ന ഒരു ജോബ് തന്നെ നമ്മൾ ചെയ്യുന്നു. അവരെ സപ്പോർട്ട് ചെയ്യും, അവരെ ക്ലാസ് റൂം കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു, മറ്റു സ്റ്റാഫുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. കാരണം അവർക്ക് അവിടെ പരിചയമായിട്ടില്ല. ഇപ്പം ക്ലാസ്സസ് എങ്ങനെ എടുക്കണം അങ്ങനെയുള്ള രീതിയിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അവിടെ നമ്മളും ഒരു സൂപ്പർവൈസർ ആയിട്ട് മാറുകയാണ്. അവരെ അസിസ്റ്റ് ചെയ്യുന്നു അവരുടെ ആ ഒരു പ്രോസസ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈനിങ്, ഇന്റഗ്രേഷൻ, ഒരുമിച്ച് കൂടിച്ചേർന്ന ഒരു പ്രോസസ് ആണ്. ഇതിൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടാകാം, കണ്ടീഷൻസ് ഉണ്ടാകാം. അത് പല തവണ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യാം, ഡിസൈൻ ചെയ്യുന്നു, ഷേപ്പ് ചെയ്യുന്നു. ഈ സൂപ്പർവൈസേഴ്സിന് കാലാകാലങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും, ഏത് ഫീൽഡ് ആണെങ്കിലും. ചിലപ്പോൾ ഈ ചിലയിടങ്ങളിൽ അത് ഏതെങ്കിലും രീതിയിലുള്ള മാനേജറിനോ അങ്ങനെ എന്തെങ്കിലും പേരൊക്കെ പറയുമായിരിക്കും, എന്നാലും അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ഈ സൂപ്പർവിഷൻ എന്നുള്ള കാര്യം കാലാകാലങ്ങളിൽ കൂടുതൽ ഡെവലപ്പായി ഡിസൈൻ ചെയ്ത് ഷേപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ആ വർക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റണം. ആ ഒരു ഇൻഡിവിജ്വൽസിനും ഗ്രൂപ്പിനും നല്ല രീതിയിൽ അവരുടെ ജോബ് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ഒരാള് ഏജ്ഡ് ആയിട്ടുള്ള ഒരാള് വേണോ? എങ്ങനെയുള്ള ആളായിരിക്കണം വേണ്ടത്? എന്തായിരിക്കണം അതിന്റെ ഒരു ക്രൈറ്റീരിയ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏജ്ഡ് ആയിട്ടുള്ള ആള് വേണ്ടേ? എക്സ്പീരിയൻസ്ഡ് ആയിക്കണ്ടേ? എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അല്ലെ? ആ ഒരു കാര്യം ഒരു ടീച്ചിങ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ ആണ്, അല്ലെ? അപ്പൊ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് ടീച്ചേഴ്സ് ആണ് ഈ ഔട്ട്കംസ് ഉണ്ടാക്കുന്നത്. അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ ഷേപ്പ് ചെയ്തെടുക്കുന്നതിന്റെ മെയിൻ റോള് ടീച്ചർമാരാണ് എടുക്കുന്നത്. വേറെ പല നോൺ ടീച്ചിങ് സ്റ്റാഫ് ഒക്കെ ഉണ്ടാകാം, പക്ഷെ കുട്ടികളുമായി ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ടീച്ചേഴ്സാണ്. അപ്പൊ ടീച്ചേഴ്സിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം സൂപ്പർവൈസർ എന്ന് പറയുന്നത്.
അത് മാത്രമല്ല അയാൾക്ക് കുറെ ക്വാളിറ്റീസും ഉണ്ടാകാം. ഞാൻ ടോപ്പ് അതായത് നമ്മൾ പണ്ടത്തെ കേസ് അതായിരുന്നു, അതോറിറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക് ആയിട്ട്. അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്ന ക്വാളിറ്റി ഉള്ള ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അതായിരിക്കണം. ഇതിൽ കുറെ ആളുകള് സൂപ്പർവിഷനെ കുറിച്ചിട്ട് പല ബുക്സും എഴുതിയിട്ടുണ്ട്. ഓതേഴ്സ് പലരും അവരുടെ ഒബ്സർവേഷൻ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് 2 ഓതേഴ്സ് ഫസ്റ്റ് 2 ആളുകൾ പറഞ്ഞാണ് ആഡംസ് ആൻഡ് ഡിക്കി. ഡിക്കിയുടെ സ്പെല്ലിംഗ് DICKEY ആണ് കേട്ടോ. ടെക്സ്റ്റില് DICKY എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓതേഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് പറ്റും. ഹറോൾഡ് P. ആഡംസും ഫ്രാങ്ക് G. ഡിക്കി, മുഴുവൻ പേര് അതാണ്. ഹാരോൾഡ്, ഐ എം വെരി സോറി, ആളുകളുടെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ ഞാൻ വെരി വീക്ക് ആണ് കേട്ടോ. സോ ഹാരോൾഡ് P. ആഡംസ്, ഐ തിങ്ക് ഫ്രാങ്ക് G. ഡിക്കി, ഇങ്ങനെ 2 പേര്. അവര് സൂപ്പർവിഷനെ പറ്റി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ ഒരു സംതിങ് എഴുതിയിട്ടുണ്ട് തോന്നുന്നു. സോ സൂപ്പർവിഷൻ അവര് പറയുന്നത് ഇറ്റ്സ് എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണ്. ഫോക്കസ് ചെയ്യുന്നത് ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണ് സൂപ്പർവിഷൻ അക്കോർഡിംഗ് ടു ആഡംസ് ആൻഡ് ഡിക്കി അവർ പറഞ്ഞത്. ഇനി ബാർ ആൻഡ് ബർട്ടൺസ് സൂപ്പർവിഷൻ അവര് പറയുന്നത് ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് അപ്പോൺ വിച്ച് ഓൾ പ്രോഗ്രാംസ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ടീച്ചിങ് മസ്റ്റ് ബി ബിൽഡ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലേണിംഗ് പ്രോസസ് നന്നായി നടക്കുന്നില്ലേ, അപ്പൊ ടീച്ചിങ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ട് നടക്കണം. അതിന് വേണ്ടുന്ന പ്രോഗ്രാംസിന്റെ ഒരു ഫ്രെയിം വർക്കാണ് സൂപ്പർവിഷൻ ബാർ ആൻഡ് ബർട്ടൺ പറയുന്നത്. കാരണം ഓരോരുത്തരും അവരുടെ എല്ലാത്തിന്റെയും ഒരു ആകെ നമ്മൾ നോക്കുമ്പോൾ സെയിം തന്നെയാണ്. ഡെവലപ്പ് ചെയ്യുക ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ. അവരെ നല്ല ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുക, അതിന്റെ ടീച്ചിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കിംപാൾ വിൽസ് പറഞ്ഞത് സൂപ്പർവിഷൻ ഫോർ ബെറ്റർ സ്കൂൾസ്. അദ്ദേഹം എഴുതിയ സൂപ്പർവിഷൻ ഫോർ ബെറ്റർ സ്കൂൾ. സൂപ്പർവിഷൻ ഈസ് ദ സർവീസ്, ഇതൊരു സർവീസ് ആക്ടിവിറ്റി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ടു ഹെൽപ്പ് ദ ടീച്ചേഴ്സ് ടു ഡു ദെയർ ജോബ് ബെറ്റർ. ടീച്ചേഴ്സിന് അവരുടെ ജോലി നല്ല ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് ആണ്. ചില സ്കൂളുകളിൽ ഇപ്പം അത്ര എന്താ പറയാ ഫിനാൻഷ്യലി ഒന്നും ടോപ്പ് അല്ലാത്ത സ്കൂളുകളിൽ ഈ ഒരു ജോബ് ചെയ്യുന്നത് ഒരു പക്ഷേ പ്രിൻസിപ്പൽ ആയിരിക്കും, അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പൽ ഉണ്ടെങ്കിൽ വൈസ് പ്രിൻസിപ്പൽ ആയിരിക്കും ഈ ഒരു ജോബ് ചെയ്യുന്നത്. ചിലയിടത്ത് ഈ ഒരു പോസ്റ്റിൽ തന്നെ ഒരാൾ ഉണ്ടാവുമായിരിക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില സ്കൂളുകളിൽ. ഒരു സർവീസ് ആക്ടിവിറ്റിയാണ് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ടു ഡു ദെയർ ജോബ് ബെറ്റർ. നെക്സ്റ്റ് അവിടെ ഹാരോൾഡ് എന്നാണ് HAROLD ആണ്, HARLED അല്ല, HAROLD. ഹറോൾഡ് സ്പിയേഴ്സ് ആണ് ആളുടെ പേര്. Supervision is the service provided by the state for helping educators and educational administration to do a better job. എല്ലാം വന്നെത്തുന്നത് ഒരേ ആൻസറിൽ തന്നെയാണ്. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് സർവീസ് ആണ് ഫോർ ഹെൽപ്പിംഗ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ടു ഡു എ ബെറ്റർ ജോബ്. നെക്സ്റ്റ് ബെർണാഡ് ആൻഡ് ഗുഡിയർ. അവര് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർവെൻഷൻ ആണ്, ഒരു ഇടപെടൽ that is provided by a senior member of a profession to a junior member or member of that same profession. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, പുതുതായി ഒരു ടീച്ചർ വന്നപ്പോൾ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെ വേണം. സെയിം ആണ് ബെർണാഡ് ആൻഡ് ഗുഡിയർ പറഞ്ഞത്. ഒരു പ്രൊഫഷണലി സീനിയർ, ഏജ് ആവണമെന്നില്ല അല്ലെ, പ്രൊഫഷണലി സീനിയർ ആയിരിക്കും അത് ഒരു ജൂനിയർ മെമ്പർ ഓഫ് ദാറ്റ് സെയിം പ്രൊഫഷൻ. അപ്പൊ ടീച്ചർമാരിൽ തന്നെ ഉള്ള ടീച്ചേഴ്സ് സൂപ്പർവൈസറെ പോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സീനിയർ ആയിട്ട് പ്രൊഫഷണലി സീനിയർ ആയിട്ടുള്ള ഒരാള് ജൂനിയർ ആയിട്ടുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, അപ്പം ഞാനിപ്പം സ്മാർട്ട് സ്ട്രീമിൽ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ വന്നപ്പോ നമ്മളുടെ സീനിയർ ആയിട്ട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് അവരായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്കൊരു ടീച്ചർ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഒരു ടീച്ചർ ലീഡർ എന്ന് വെച്ചിട്ട് നിഷ ടീച്ചർ. അപ്പോൾ ആളാണ് നമ്മൾക്ക് ഓരോ മാനേജ്മെന്റുമായിട്ട് പല കാര്യങ്ങൾ അവർ പറയുന്ന പല കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നതും അങ്ങനെ. അപ്പൊ അങ്ങനെ നമ്മളെ ആ ഒരു
കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നമ്മളിൽ തന്നെയുള്ള ഒരു സ്റ്റാഫ് പ്രൊഫഷണലി സീനിയർ ആയിട്ടുള്ളത് ഏജ്. ക്ലാസ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് പറഞ്ഞു യെസ് ജൂനിയർ മെമ്പർ ഓർ മെമ്പർ ഓഫ് ദാറ്റ് സെയിം പ്രൊഫഷൻ. ഈ ഒരു റിലേഷൻഷിപ്പ് അത് എക്സ്റ്റെൻസ് ഓവർ ടൈം. നമ്മളവിടെ വർക്ക് ചെയ്യുന്ന കാലത്തോളം ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണല്ലേ അത്. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. പിന്നെ അത് പലപ്പോഴും ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ എൻഹാൻസ് ചെയ്യുന്നു നമ്മളുടെ പ്രൊഫഷണൽ ഫങ്ഷൻ, നമ്മുടെ ജോലിയെ അത് അഭിവൃദ്ധിപ്പെടുത്തുന്നു, എൻഹാൻസ് ചെയ്യും. ആ ഒരു ജൂനിയർ മെമ്പർ അല്ലെങ്കിൽ മെമ്പേഴ്സ് അങ്ങനെ പുതിയതായി വരുന്നവരുടെയൊക്കെ അത് അങ്ങനെ ഒരു സർവീസ് കൊടുക്കുന്നതാണ് സൂപ്പർവിഷൻ. അതൊരു ഇന്റർവെൻഷൻ ആണ്, ഇടപെടലാണെന്നാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് കാണാം ചിലയിടത്ത് പരസ്പരം പാര വെക്കുന്നത്. ശരിക്കും അതല്ല വേണ്ടത്, പരസ്പരം നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. മ്യൂച്വൽ ഹെൽപ്പ്, നമ്മുടെ മോണ്ടിസോറി മെത്തേഡൊക്കെ ഫ്രൂട്ട്സ് ആണ് മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ് എന്നൊക്കെ പറയുന്നത്. സൂപ്പർവിഷൻ എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ, അവരുടെ ഗ്രോത്ത് അതാണ് സൂപ്പർവിഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരുടെ ഗ്രോത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അവര് നല്ല പോലെ അവര് ഡെവലപ്പ് ആവുമ്പോഴാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് ഒരു വ്യക്തിയെ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ, ബോത്ത് ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്. ടീച്ചർമാർക്ക് ടീച്ചേഴ്സ് അപ്ഗ്രേഡിംഗ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ടല്ലേ. എല്ലാ സ്കൂളുകളിലും മെയിൻ വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും ഈ ഒരു വെക്കേഷൻ ടൈമിൽ അവർക്ക് അപ്ഗ്രേഡിംഗ് ക്ലാസ്സസ് ഉണ്ട്. ക്ലസ്റ്റർ ട്രെയിനിങ്ങോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ക്ലാസ് ഒക്കെ വെക്കാറുണ്ട്. അപ്പൊ കാരണം ഓരോ വർഷം കഴിയുന്നതോറും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല മാറ്റങ്ങൾ വരുമോ. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ക്ലാസ്സുകൾ, അപ്ഗ്രേഡിംഗ് ക്ലാസ് വെക്കാറുണ്ട്. പലപ്പോഴും ടീച്ചേഴ്സിന് നല്ലൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതാണ് അക്കാദമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ പാരന്റ്സ്, അത് ശരിക്കും ഹെൽപ്ഫുൾ ആകുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. അത് രണ്ടും പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുന്നിടത്ത് പല പ്രശ്നങ്ങളുണ്ടാവും. പ്രോപ്പറായിട്ട് നടക്കുവാണെങ്കിൽ ഇന്ന് ആ സ്കൂളിന്റെ ഫങ്ഷനിങ്, അതിന്റെ ഡെവലപ്മെന്റ് അത് വളരെ നല്ല സ്മൂത്ത് ആയിരിക്കും. ഈ ടീച്ചേഴ്സിന് ക്ലാസ് കൊടുക്കാനുള്ള കാര്യം, എന്തെങ്കിലും സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ സെഷൻ കൊടുക്കാനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടികൾക്കല്ല ഫസ്റ്റ് സെഷൻ കൊടുക്കേണ്ടത്, ടീച്ചർമാർക്കാണ്, പിന്നെ പാരന്റ്സ്. ഇത് രണ്ടും നടക്കണം. അപ്പൊ ടീച്ചേഴ്സിന് ക്ലാസ് കൊടുക്കേണ്ട കാര്യം പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു നോ ആണ് മിക്ക സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത്. സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പറയുന്നത് ഈ ടീച്ചേഴ്സിന് അതിന്റെ കാര്യമൊന്നുമില്ല, അവരതൊക്കെ പഠിച്ചിട്ടല്ലേ വരുന്നത്. കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഡയലോഗ്, അവരതൊക്കെ പഠിച്ചിട്ടൊക്കെയാ വരുന്നത്, അവർക്ക് സൈക്കോളജിയുടെ ക്ലാസ് ഉണ്ട്, അത് ഇതൊക്കെ ഉണ്ട്, അവരതൊക്കെ പഠിച്ചിട്ടാ വരുന്നത്, അവർക്ക് അതിന്റെ ടീച്ചേഴ്സുമായിട്ടൊരു മീറ്റിംഗ് നമ്മൾ ഇരിക്കുമ്പോൾ ഇവര് വിരൽ ചൂണ്ടുന്നത് കുട്ടികളെയും പാരന്റ്സിനെയാണ് എപ്പോഴും ബ്ലെയിം ചെയ്യുന്നത്. ഇവരുടെ സൈഡിലുള്ള പ്രശ്നങ്ങൾ അവര് എക്സ്പോസ് ചെയ്ത് കാണിക്കില്ല. എപ്പോഴും ഇങ്ങനെ പറയും. അങ്ങനെയല്ല ഒരു ടീച്ചർ ശരിക്കും ആകേണ്ടത്. അപ്പോ ടീച്ചർമാർക്കൊരു അപ്ഗ്രേഡിംഗ് ക്ലാസ് കൊടുക്കുന്നത് നല്ലത്. നമ്മൾ നിർബന്ധിച്ച് ഒരു മാനേജ്മെന്റ് പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ ഒരു 2 ദിവസത്തെ ടീച്ചേഴ്സിനുള്ള ഒരു ക്ലാസ്, ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, FTP എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഫോട്ടോച്ചി ഒരിടത്ത് കണ്ടക്ട് ചെയ്തിട്ടോ. അതിലൊരു സെഷൻ എടുക്കാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സെഷന് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെന്നപ്പോൾ ഞാൻ ഈ ടീച്ചർമാർ സർക്കിളായിട്ട് നമ്മൾ ഇരിക്കുവാണേ. ക്ലാസ് എടുക്കാൻ വരുന്ന ട്രെയിനേഴ്സും ടീച്ചർമാരും എല്ലാവരും ഈക്വൽ ആണെന്നുള്ള രീതിയിൽ നമ്മളൊരു സർക്കിൾ ഫോം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര അവരങ്ങ് കൂളായിട്ട് കാരണം അവർക്കും ഫീൽ ചെയ്യാണ് ഇവരും നമ്മളിൽ ഒരാളാണ്, നമുക്കും ഫീൽ ചെയ്യാണ് അവരും നമ്മളിൽ ഒരാളാണ്. അല്ലാണ്ട് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ട് ക്ലാസ് എടുക്കുകയല്ല. നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ടൈപ്പ് ട്രെയിനിങ് ആണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് നടക്കുള്ളൂ. കാരണം നമ്മൾ ചിലപ്പോ അവരെക്കാളും ഏജ് കുറഞ്ഞവരുണ്ടാവും, നമ്മളെക്കാളും ഭയങ്കര വർഷങ്ങളോളം സ്കൂളുകളിൽ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ഉണ്ടാവും. അവർക്ക് ഒരിക്കലും സ്റ്റുഡൻസിനെ പോലെ നമ്മുടെ മുന്നിൽ ഇരിക്കാനായിട്ട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് നല്ല രീതിയിൽ അങ്ങനെ പോവില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ സർക്കിളിൽ ഇരിക്കുക. അപ്പൊ മോണ്ടിസോറി മെത്തേഡും അങ്ങനെ തന്നെ കേട്ടോ, സർക്കിളിലായിരിക്കുന്ന നമ്മുടെ വിർച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് നമ്മൾ സർക്കിൾ ആകാത്തത്. പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് അത് തന്നെയാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല ഇതിനകത്ത് ടീച്ചർ ആരാ കുട്ടിയാണ് ആരാന്നുള്ളത്. ആ രീതിയിലുള്ള ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ആണ് മോണ്ടിസോറി മെത്തേഡ്. അപ്പോൾ ഇവിടെ
അങ്ങനെ ക്ലാസ് തുടങ്ങി. ഒരു മോർണിംഗ് സെഷൻ എന്റെ ഏകദേശം ഒരു 12 മണി 12:30 ആ സമയത്തെ സെഷൻ ആയിരുന്നു. ഞാൻ രാവിലെ തുടങ്ങി അവിടെ ഉണ്ടല്ലോ. ഈ മോർണിംഗ് ഭയങ്കര ഇങ്ങനെ അസല് പിടിച്ച് വന്ന ടീച്ചേഴ്സ് എല്ലാം ഫസ്റ്റ് സെഷൻ കഴിഞ്ഞത് ഇവരങ്ങോട്ട് ഭയങ്കര റിലാക്സ് ആവുക കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോ തന്നെ അവരൊന്ന് റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സെഷൻ എല്ലാം കഴിഞ്ഞ് ഈ ടീ ബ്രേക്ക് ഉണ്ട്, ഒരു 11:30 ഒക്കെ ആയപ്പോ ടീ ബ്രേക്ക് ആയപ്പോഴേക്കും അവര് ഭയങ്കര, ഇവര് തമ്മില് പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നവരാണല്ലോ, ഇവര് തമ്മില് ഭയങ്കര കൂട്ടായി. മറ്റേത് മിണ്ടാതൊക്കെ ഇരിക്കുവായിരുന്നു. ഞാൻ എന്റെ സ്കൂളില് ടോപ്പാണ് ആ ഒരു രീതിയിൽ ഇരിക്കുക. ഭയങ്കര കൂട്ടായി. പിന്നെ സെൽഫി എടുക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ. എനിക്ക് എന്റെ സെഷൻ ഒരു ഹാഫ് ആൻ അവറേ ഉണ്ടായിരുന്നത്. അപ്പം ഉള്ള ടീച്ചേഴ്സ് എല്ലാം തന്നെ മെജോറിറ്റി എന്നെക്കാളും ഏജ്ഡ് ആയിരുന്നു. സെഷൻ ഹാഫ് ആൻ അവർ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ലഞ്ചിന്റെ ടൈമായി. അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ ഓടി വന്നു, പരിചയപ്പെട്ടു കേട്ടോ. മറ്റേത് അവരിങ്ങനെ ഇരിക്കും, ക്ലാസ് എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ പരിചയപ്പെട്ടു, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ആ 2 സെഷൻ കഴിഞ്ഞതോടുകൂടി ഇവര് പറയാ, ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എന്താണ്. ഫുൾ സെഷൻ കഴിഞ്ഞപ്പോഴേ ഭയങ്കര എക്സ്പേർട്ടുകളൊക്കെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെ ആകണം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇതുപോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവര് മാറുമ്പോൾ പിന്നെ അവർക്ക് കുട്ടികളോടുള്ള അപ്രോച്ച് മാറും, പാരന്റ്സിനോടുള്ള അപ്രോച്ച് മാറും. പിന്നെ പാരന്റ്സിന് നമ്മൾ സെഷൻ കൊടുക്കുമ്പോഴേക്കും അവർക്കും, കാരണം പാരന്റ്സിനും ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്റെ കുട്ടിയോട് ടീച്ചർ അങ്ങനെ ചെയ്തു, ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചർ എന്നോട് ഇങ്ങനെ ഒരു ടോണിൽ സംസാരിച്ചു, അങ്ങനെയും പാരന്റ്സ് പറയുന്നുണ്ട്. ഒട്ടും ആ ടീച്ചറോട് സംസാരിക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറയുന്ന പാരന്റ്സ്. അപ്പൊ പാരന്റ്സിന് നമ്മൾ സെഷൻ കൊടുക്കണം. പിന്നെ നമുക്ക് കുട്ടികളെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി ഇവരെ ഡെവലപ്പ് ചെയ്യുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സൂപ്പർവിഷൻ എന്നുള്ളത് കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു എഫക്റ്റീവ് പെർഫോമൻസ്, ആ ഒരു എഫക്റ്റീവ് ആയിട്ട് ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. കാരണം ഞാൻ 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എനിക്ക് നല്ലൊരു സപ്പോർട്ട് എൻ്റെ ഒരു സീനിയർ സ്റ്റാഫിൽ നിന്ന് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിട്ട് എനിക്ക് ക്ലാസ് എത്താനായിട്ട് പറ്റില്ലേ. സോ ലൈക്ക് ദാറ്റ്, ആ ഒരു രീതിയിൽ അങ്ങനെ വരുമ്പോൾ അവർക്ക് കുട്ടികളെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, നല്ല ഒരു വഴിയിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് പറ്റും. കുട്ടികളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത്, റിച്ച് ആൻഡ് ഇന്റലിജന്റ് പാർട്ടിസിപ്പേഷൻ, സൊസൈറ്റിയിൽ അവർക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ഒരു സൊസൈറ്റിയിൽ പ്രൊഡക്റ്റീവായിട്ട് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ആ കുട്ടിയെ മാറ്റിയെടുക്കാനായിട്ട് ആ ടീച്ചർക്ക് അപ്പോൾ കഴിയും. അപ്പൊ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്കൂൾ സ്റ്റാഫിന്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാക്ടീസ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവുകളോ പോസിറ്റീവോ ലാക്സോ നെഗറ്റീവോ ഉണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി അവരുടെ പോസിറ്റീവ്, അവരുടെ സ്ട്രെങ്ത്തിനെ ഇംപ്രൂവ് ചെയ്യിക്കുന്നു, മറ്റേത് ഓവർകം ചെയ്യാനും കുറയ്ക്കാനായിട്ട് നോക്കും. ഇതാണ് ചെയ്യുന്നത്. പോസിറ്റീവ് ഉറക്കെ പറയുക, നെഗറ്റീവ് പതൊക്കെ പറയാന്നുണ്ടല്ലോ, അത് പേഴ്സണലി കോൺഫിഡൻഷ്യൽ ആയിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെയായിരിക്കും ഒരു സൂപ്പർവൈസർ ചെയ്യുന്നത്. അവരുടെ ഫ്ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാൻ അവരെ ശ്രമിക്കണം, അവരുടെ മെറിറ്റ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം. അങ്ങനെ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം അവരെ അങ്ങനെ അടിച്ചു താഴ്ത്തുവാണെങ്കിൽ അവർക്ക് ഒട്ടും പെർഫോം ചെയ്യാൻ പറ്റാതെ വരുമല്ലേ. സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ എഡ്യൂക്കേഷണൽ ഗോൾസ് അങ്ങനെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാമായിരുന്നു കുറെ ആളുകൾ അവരുടെ ഒബ്സർവേഷൻസ് അനുസരിച്ച് കുറെ ഡെഫിനേഷൻ നമുക്ക് മുകളിൽ പറഞ്ഞിട്ടുണ്ട് സൂപ്പർവിഷനെ കുറിച്ച്. അപ്പൊ നമ്മൾ ഓൾറെഡി കുറച്ചു മുമ്പ് പറഞ്ഞു, സൂപ്പർവിഷൻ ഒരു ഇന്റർവെൻഷൻ ആണ്, ഒരു ഇടപെടലാണ്, ഒരാളെ ബെറ്റർ ആക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇടപെടൽ. അപ്പൊ ഇറ്റ്സ് എൻ ഇന്റർവെൻഷൻ. നമ്മളുടെ സ്കിൽസ് ഇതെല്ലാം അതിനെല്ലാം നോക്കിക്കണ്ടുകൊണ്ട് ചിലപ്പോൾ മാത്സ് എടുക്കുന്ന ടീച്ചർമാർക്ക് പൊതുവെ ആർട്ടിസ്റ്റിക് കഴിവുകൾ ഇല്ലാതാണ് ഒരു കണ്ടെത്തൽ. ഓട്ടെ, മാത്സ് എടുക്കുന്ന ഒരു ടീച്ചർക്ക് നല്ലപോലെ ഡാൻസ് അറിയാമെങ്കിൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ അത് എന്താ പറയുക, കൊറിയോഗ്രാഫി ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യാനോ ആ ടീച്ചറെ യൂസ് ചെയ്യും. പിന്നെ മലയാളം എടുക്കുന്ന ടീച്ചർക്ക് ചിലപ്പോൾ നല്ലപോലെ വരയ്ക്കാനും ആർട്ട് ക്രാഫ്റ്റ് വേറൊന്നിലും ഒരു കഴിവുണ്ട്, ഒരു സ്കിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചർ ആ രീതിയിൽ ബൂസ്റ്റ് ചെയ്യും, അല്ലെ, ആ രീതിയിൽ നോക്കാം. അപ്പൊ അങ്ങനെ ഉള്ള അവരുടെ ക്വാളിറ്റീസും സ്കിൽസും എല്ലാം കൂടുതൽ അതിനുള്ള ചാൻസസ് അവർക്ക് കൂടുതൽ കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷണലില് സീനിയർ ആയിട്ടുള്ള ഒരാളായിരിക്കും
സൂപ്പർവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. സൂപ്പർവിഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ എ സീനിയർ മെമ്പർ ഓഫ് എ പ്രൊഫഷൻ. നമ്മൾ ഇത്രയും പറഞ്ഞത് 19th സെഞ്ചുറിയിൽ ഇറ്റ് വാസ് വെരി ടഫ്, ഭയങ്കര ടഫായിരുന്നു ഒരു സ്കൂളിന്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത്. അവരൊരു ഓട്ടോക്രാറ്റിക് റൂള് പോലെയായിരുന്നു, ഏകാധിപതികളെ പോലെയായിരുന്നു. ഒട്ടും ലോജിക്കലി ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരുടെ കമാൻഡ്സും ഇൻസ്ട്രക്ഷൻസും എല്ലായിരുന്നു ഒരു 19th സെഞ്ചുറി സമയത്ത് നടന്നത്. ബ്രിട്ടനിലായിരുന്നു ഇതിന്റെ ഒറിജിൻ. സോ ഡെഫിനറ്റ്ലി ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിൽ കുറെ മിഷണറി സ്കൂൾസ് അവര് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ ബ്രിട്ടൻ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ കൺട്രിയിലും ഉണ്ടായിരുന്നു. 20th സെഞ്ചുറിയുടെ ബിഗിനിങ് ഒക്കെ ആയപ്പോഴേക്കും അത് മാറി. ആ ഒരു റിജിഡ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത രീതി മാറിയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയായിട്ട് മാറി. ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എന്നുള്ള രീതിയിൽ സൂപ്പർവിഷൻ മാറി. സൂപ്പർവൈസർ എന്നുള്ള കാര്യം കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിന്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അതുവഴി കുട്ടികൾ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇറങ്ങുക. ഇതാണ് അതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. സൂപ്പർവിഷൻ ഒരു പ്രൊഫഷണലി സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ ജൂനിയർ മെമ്പേഴ്സിന് കൊടുക്കുന്ന സപ്പോർട്ട് ആണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സൂപ്പർവൈസർ മോർ അഡ്വാൻസ്ഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഗാന്ധി സൂപ്പർവൈസിങ്, അതായത് നമ്മളിപ്പം എംപ്ലോയി ആൻഡ് എംപ്ലോയീസ് എന്ന് പറയുന്ന പോലെ, എംപ്ലോയർ ആൻഡ് എംപ്ലോയി എന്ന് പറയുന്ന പോലെ സൂപ്പർവൈസർ ആൻഡ് സൂപ്പർവൈസി എന്നാണ് പറയുന്നത്. ജൂനിയർ മെമ്പറിനെ സൂപ്പർവൈസി. അപ്പൊ സൂപ്പർവൈസി എപ്പോഴും മനസ്സിലാക്കണം, എന്റെ റോൾ എന്താണ്, ഞാൻ സൂപ്പർവൈസർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് എന്റെ റോള് ഞാൻ എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ളത് ആ ഒരു സൂപ്പർവൈസി മനസ്സിലാക്കണം. ആ ഒരു ടീച്ചർ ജൂനിയർ ടീച്ചർ ആണെങ്കിൽ അതെ. അപ്പൊ ഇതൊരു ഇന്റർവെൻഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇന്റർവെൻഷൻ ആണെന്ന് പറഞ്ഞത് ഇടപെടൽ, ശരിയായ ഇടപെടൽ. പിന്നെ ഒരു സീനിയർ മെമ്പർ ബൈ പ്രൊഫഷൻ, ഒരു സീനിയർ മെമ്പർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ് സൂപ്പർവിഷൻ. പിന്നെ പറഞ്ഞു ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. ആ സ്കൂളിൽ ഈ ഒരു ടീച്ചർ വർക്ക് ചെയ്യുന്ന കാലത്തോളം അതൊരു ലോങ് ടേം എക്സ്റ്റെൻസ് ഓവർ ടൈം, അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് ബിറ്റ്വീൻ സൂപ്പർവൈസർ ആൻഡ് സൂപ്പർവൈസി. അങ്ങനെ വരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ രണ്ടുപേർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി എന്താ, ഇവരെ മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സൂപ്പർവൈസിയുടെ റെസ്പോൺസിബിലിറ്റി എന്താ, ആ ഒരു ആളുടെ സപ്പോർട്ടിനനുസരിച്ച് ഞാൻ ഡെവലപ്പായി വരണം, എന്നാലാണ് കുഞ്ഞുങ്ങളിലേക്ക് അത് പോകും. ആ ഒരു റെസ്പോൺസിബിലിറ്റി വിത്തിൻ ദ പ്രോസസ് രണ്ടുപേരും മെയിൻറ്റെയിൻ ചെയ്യും. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വളരാൻ ഹെൽപ്പ് ചെയ്യും, ഗ്രോ ആൻഡ് ഡെവലപ്പ്. അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അത് ഈ ഒരു ശരിയായ രീതിയിൽ സൂപ്പർവിഷൻ നടന്നില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മോശമാവുകയും ചെയ്യും. അതിന്റെ ക്വാളിറ്റിയെ ബാധിക്കും, അത് അവരുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. റിലേഷൻഷിപ്പ് അതൊരു ഇമ്പോർട്ടന്റ് തന്നെയാണ്. സൂപ്പർവൈസറും സൂപ്പർവൈസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതൊരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം. ടിക്കെ ആയി പോയത്, മോശമായി പോകരുത് എന്നുള്ളത്. ഇറ്റ്സ് ആൻ ഇന്റർവെൻഷൻ. ഒരു സീനിയർ പ്രൊഫഷണലി സീനിയർ ആയിട്ടുള്ള ഒരാള് ഒരു ഇടപെടൽ, മീൻസ് അയാൾ കൊടുക്കേണ്ട പ്രൊവൈഡ് ചെയ്യേണ്ട സപ്പോർട്ടാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഓവർ ടൈം റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിന് ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് ആ പ്രോസസ് ക്വാളിറ്റിയോടുകൂടി നടക്കുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമ്മളിപ്പോ ഇത്ര പറഞ്ഞ കാര്യങ്ങളിൽ ഇഫ് യു ഫീൽ എനി എക്സ്പീരിയൻസ്, നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചേഴ്സുമായിട്ട്, മക്കളുടെ ടീച്ചേഴ്സായിട്ട് ഡീൽ ചെയ്തപ്പോഴോ സ്കൂളുമായിട്ട് ഡീൽ ചെയ്തപ്പോൾ എന്തെങ്കിലും ഇഫ് യു ഹാവ് എനി എക്സ്പീരിയൻസ് യു ക്യാൻ ഷെയർ പ്ലീസ്. യെസ്, ഞാൻ മാത്രം ഇങ്ങനെ റേഡിയോ പോലെ പറയണ അത്ര എനിക്ക് തോന്നുന്നില്ല. എന്താണ് യെസ്, ഡ്രൈ സബ്ജക്റ്റ് ആയിരിക്കും, ഉറക്കം വരും, അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. ആരുമില്ല, ഉറങ്ങിപ്പോയോ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഞാന് മുമ്പ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ IT ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സബ്ജക്റ്റ് ഒക്കെ എനിക്ക് എടുക്കാനുള്ളൊരു ചാൻസ് കിട്ടിയത്.
അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ് അപ്പൊ ഈ സമയത്ത് സ്കൂളില് ഇവര് PTA മീറ്റിംഗ് വെക്കുമ്പോഴും ഞാന് മക്കളെ നമ്മളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തുന്നത് അവർക്ക് അതിന്റെ ആ ഇംഗ്ലീഷിനോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറാനും ആ കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ റീഡിങ്ങിലോ ഒരു പ്രൊനൗൺസ് ചെയ്യുന്നതിലൊക്കെ ഒരു മാറ്റം വരുത്തണം, കുറച്ചും കൂടെ അതിനെക്കുറിച്ച് ഇംഗ്ലീഷിനെ കുറിച്ച് കുറച്ചുകൂടെ അറിവ് വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞാൻ ചേർത്തിണ്ടായിരുന്നു. ഞാൻ അതിൽ PTA മെമ്പർ ആയിരുന്നു, MPT ആയിരുന്നു. അപ്പൊ ഞാന് എന്റെ നാട് വയനാടാണ്. അപ്പൊ വയനാട്ടിൽ ഞാൻ പോകുന്ന സമയത്ത് അവിടെ എന്റെ നാത്തൂന്റെ മക്കളൊക്കെ സംസാരിക്കുന്നത് വളരെ പ്രൊനൗൺസിയേഷൻ ഭയങ്കര എന്താ പറയുക, വളരെ നന്നായിട്ട് അവർ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ സ്കൂളിൽ എന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലേക്ക് വന്ന് ഇവിടെ PTA കൂടുന്ന സമയത്ത് ഞാൻ ഇവരോട് സംസാരിക്കും. പിന്നെ ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മുടെ ചേഞ്ചസ് ഉണ്ട് സ്കൂളിൽ, അതിൽ ഇത്തിരി മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ ഇതൊരു സൂപ്പർവിഷൻ എന്ന് പറയുന്നത് പോലെയല്ല, നമ്മളൊരു MPTA എന്ന് പറയുമ്പം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ എപ്പോഴും ഉണ്ട്. നമ്മളവിടെ എത്രത്തോളം MPTA നിൽക്കുന്നോ അത്രത്തോളം നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. സ്കൂളിലേക്ക് ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ ഒരു സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരാളുണ്ടായിരുന്നില്ല, മാനേജർ ആയിരുന്നു ഉണ്ടായിരുന്നത്. മാനേജർക്കാണ് ആ ഒരു പദവിയെല്ലാം ഉണ്ടായിരുന്നത്. ചില സ്കൂളുകൾ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു, മാനേജർക്കായിരിക്കും ആ ഒരു പവർ ഉണ്ടാവുക. അപ്പൊ മാനേജറോട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യും. പിന്നെ അപ്പൊ ഇവര് ഇത് മാക്സിമം അത് ട്രൈ ചെയ്യാൻ കൊണ്ടുവരാൻ, അതായത് കുട്ടികൾക്ക് ഇവരുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. പാരന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവരതിൽ അത്രത്തോളം 100% അവരത് സപ്പോർട്ട് ചെയ്യും. ഞാൻ എന്റെ മക്കളുടെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നെങ്കിൽ പോലും മറ്റുള്ള പാരന്റ്സ് ഇതിന് സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു പ്രോബ്ലം വരികയാണ്, കാരണം ഒരു കോർഡിനേഷൻ ഇല്ലാണ്ട് വരികയാണ്. അപ്പൊ മാനേജർ മാക്സിമം എല്ലാ പാരന്റ്സിനോടും സംസാരിക്കാണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ പോലും ഞാനൊരു ഒറ്റയാനെ പോലെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും. അപ്പൊ ഇപ്പോഴും അതിന് ഒരു മാറ്റം ആ സ്കൂളിൽ വന്നിട്ടില്ല. മാക്സിമം ഞാൻ മതിയായി. ഞാനിപ്പോ അവിടെ PT അല്ല, പക്ഷെ നമുക്ക് വോയിസ് ഉണ്ട് ടീച്ചേഴ്സിനോട് പറയാനുള്ളത്. എന്റെ മക്കൾ വായിക്കുന്നൊക്കെ പാലക്കാട് ഉള്ളവർക്ക് അറിയും, അവിടുത്തെ ഒരു സ്ലാങ് ആ ഒരു രീതിയിലാണ് ഇവര് സംസാരിക്കുന്നതും വായിക്കുന്നതെല്ലാം അതേ രീതിയിലാണ്. ആ ഒരു രീതിയിലാണ് അവർ ഇപ്പോഴും പറയുന്നതൊക്കെ. അപ്പൊ ഞാനിത് മാക്സിമം ട്രൈ ചെയ്ത് ചേഞ്ച് ചെയ്യാൻ. അപ്പൊ ഇതിപ്പോ നമ്മുടെ ടോപ്പിക്കലായിട്ട് കണക്റ്റഡ് ആണോ വെച്ചാൽ അല്ല. പിന്നെ ടോപ്പിക്കായിട്ട് കണക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാനൊരു 5 വർഷം സൂപ്പർവൈസർ ആയിട്ട് വീടിന്റെ അടുത്തുള്ള ഒരു റൈസ് മില്ലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഒന്നും എനിക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു, പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ വർക്ക് ചെയ്ത് QC ആയിട്ടായിരുന്നു, ക്വാളിറ്റി ചെക്കർ ആയിട്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു വർഷം അതിനുശേഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് സൂപ്പർവൈസറിലേക്ക് എനിക്കൊരു മാറ്റം വന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ക്വാളിറ്റി ചെക്കറിൽ വർക്ക് ചെയ്യുമ്പം അവിടെയുള്ള വർക്കേഴ്സിനോട് നമ്മൾ ചെയ്യുന്നതും പിന്നെ പുറത്തുള്ള വർക്കേഴ്സിനായിട്ടുള്ള ഒരു പാർഷ്യാലിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കി, ഒരു സൂപ്പർവൈസർ എന്ന് പറയുമ്പം ഞാൻ അവിടെ ഓൾ ഇൻ ഓൾ ആയിരുന്നു. എല്ലാ വർക്കേഴ്സിനെയും ഈക്വലായിട്ട് കാണണം. അവരുടെ ഉള്ള കോർഡിനേഷൻ നമ്മുടെ മുഖേനയാണ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു പ്രോബ്ലംസ് കുറെ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അതിനെയൊക്കെ മാറ്റി ചേഞ്ച് ചെയ്തൊരു നല്ലൊരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൾ ഇൻ ഓൾ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ വളർച്ചയ്ക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ടെക്നോളജി വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് രീതിയിലാണെങ്കിലും നമ്മുടെ ഒരു ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മളെ കൊണ്ട് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അഡ്വൈസ് കൊടുക്കാൻ നമുക്ക് പറ്റിയിരുന്നു. അതൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. യെസ്, വെരി ഗുഡ്. ശരിക്കും കണക്ട് ചെയ്തു. അതൊരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വെരി വെൽ ഡൺ. ഓക്കെ, ഇതാണ് നമ്മള് ഒരു വീട്ടിലൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴും നമ്മൾ അതിനെ ഡീല് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ അറിയാതെ നമ്മൾ ഈ പറയുന്ന കാര്യം തന്നെയായിരിക്കാം നമ്മൾ ചെയ്യുന്നത്, അല്ലെ? നമ്മളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും പലപ്പോഴും നമ്മളും ഈ റോൾ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ സപ്പോർട്ട് വേറെ ആയിരുന്നെങ്കിലും കിട്ടിയിട്ടുമുണ്ടാകും. അപ്പോൾ ഇറ്റ്സ് റിയലി കണക്റ്റഡ് വിത്ത് അവർ ലൈഫ്, അല്ലെ? പേഴ്സണൽ ലൈഫ് ആണെങ്കിലും പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിലും. എനിക്ക് പാലക്കാട് കാര്യം പറഞ്ഞപ്പോ അവിടുത്തെ സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ ചേച്ചി നേഴ്സാണ്. അപ്പൊ ചേച്ചി കല്യാണം കഴിച്ചാണ് പാലക്കാടാണ് കേട്ടോ. ചേച്ചി ഈ കുറച്ച് ലീവ് എടുത്തിട്ട് സൗദിയിലേക്ക് പോയ സമയത്ത് കുട്ടികള് ജസ്റ്റ് സ്കൂളിങ് സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പൊ ചേച്ചിയുടെ മോള് 6 മാസമായപ്പോ അമ്മയുടെ അടുത്താക്കി. ഞങ്ങളുടെ വീട് തിരുവാങ്കുളത്താണ്, തൃപ്പൂണിത്തുറയ്ക്കടുത്ത്. പിന്നെ മോനെ ഒരു 3.5 വയസ്സായപ്പോഴേക്കും അവനെയും കൊണ്ടുവന്നാക്കിയിട്ടാണ് ചേച്ചി പോകുന്നത്. അപ്പൊ മോൾ ആ സമയമായപ്പോഴേക്കും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നുണ്ട്. അവളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ പവൻസിലും, മോനെ വന്നപ്പോഴേക്കും പവൻസിൽ തന്നെ ചേർന്നു. ഭയങ്കര നല്ല ലാംഗ്വേജ് ആയിരുന്നു അവരുടെ. നല്ലപോലെ ഒരു ഇംഗ്ലീഷ് പറയുമായിരുന്നു, മലയാളവും നല്ലതായിരുന്നു, ഹിന്ദിയും നല്ലതായിരുന്നു. ചേച്ചി ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോ നിർത്തി തിരിച്ചു പോകുന്നു.
പക്ഷെ വീണ്ടും ഗവൺമെന്റ് സർവീസിലേക്ക് ജോയിൻ ചെയ്ത് അവർ പാലക്കാട് വീടൊക്കെ വെച്ച് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. കുട്ടികളെ അവിടുത്തെ സ്കൂളിലാക്കി. CBSE സ്കൂളിൽ തന്നെയാണ് ആക്കിയത്. പക്ഷെ ഇവരുടെ സ്ലാങ് ശരിക്കും മാറി. ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. സ്കൂള് അപ്പുറത്തേലൊക്കെ ആയിരുന്നു, പക്ഷെ വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ആയിപ്പോയി ആ ഒരു ലാംഗ്വേജ്. സെയിം തന്നെയാണ് എനിക്ക് പറവൂര് വന്നിട്ട് സംഭവിച്ചത്. എന്റെ കുട്ടികളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് പറവൂരായിരുന്നു. ഞാനാണെങ്കിൽ എന്റെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല മലയാളം പറയുന്ന ഒരാളാണല്ലോ, അപ്പൊ എന്റെ മക്കളും നല്ല മലയാളം പറയുന്നായിരുന്നു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് അത്രയാണ്. അവരാ ടീച്ചേഴ്സ് സ്ലാങ്, അതുപോലെ ആ ഒരു ലോക്കൽ സ്ലാങ് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു പറവൂരിലെ. ഒട്ടും മാറ്റാൻ പറ്റിയില്ല. കാരണം മോൻ ജനിച്ചത് ഇവിടെ, മോള് ഒരു 4th സ്റ്റാൻഡേർഡ് അല്ല മീൻസ് 4 വയസ്സായപ്പോ ആ സമയം അവളുടെ സ്കൂളിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. മോൻ ഒരു അംഗൻവാടിയിൽ പോണ ഏജ് വരെ അവന്റെ മലയാളം കറക്റ്റ് ആയിരുന്നു. കാരണം എന്നോടാണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് സ്കൂളായി കഴിഞ്ഞ് കുറച്ച് വലിയ കുട്ടിയായി അവന്റെ ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ 9th അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ്. അപ്പൊ നമ്മള് ടീച്ചർമാർ എവിടേക്കോ ശരിയാവാനുണ്ട്. ഈ ലാംഗ്വേജ് അത് നല്ലൊരു തന്നെയാണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഏജിലാണ് നമ്മൾ ഈ സ്കൂളിൽ കൊണ്ടുവന്ന കുട്ടികളെ ചേർക്കുന്നത്. അപ്പം ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് അത്രയുണ്ട്. അവരുടെ ഈ ലിപ്സിന്റെ ആ ഒരു മൂവ്മെന്റ് വരെ കുട്ടികൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കുറെ ഞാൻ ശ്രമിച്ചു, അവർക്ക് ഒട്ടും വന്നിട്ടില്ല നല്ലൊരു മലയാളം. ഓക്കെ ഫൈൻ. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നപ്പോ അതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാ. സൂപ്പർവിഷൻ അറിഞ്ഞോ അറിയാതോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈഫിൽ, അല്ലേ? Okay, so it's a relationship that extends over time. Next, supervision definitely evaluates and monitors. ഞാൻ ഇപ്പോ ഒരാൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരാള് ഒരു ഗൈഡൻസ് തരുന്നു. ഞാൻ അയാളുടെ ഗൈഡൻസ് അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഗൈഡൻസ് തന്ന വ്യക്തി എന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. പറഞ്ഞു കൊടുത്ത അതൊക്കെ ആൾക്ക് മനസ്സിലായോ, അതുപോലെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പൊ ഇവാലുവേറ്റ് ചെയ്യും. ഇനി അതല്ല കുറച്ചുകൂടെ ശരിയാവാനുണ്ടെങ്കിൽ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യും, അല്ലെ എന്റെ സൂപ്പർവൈസർ. സെയിം തന്നെ. ഇപ്പം പ്രോജക്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ പുറത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു എക്സ്റ്റേണൽ സൂപ്പർവൈസർ ഉണ്ടാകും. നമ്മൾ പ്രോജക്റ്റ് ചെയ്തു, ഫസ്റ്റ് ഡേത്തെ റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സൂപ്പർവൈസറെ കാണിക്കും. സൂപ്പർവൈസർ നമുക്ക് പറഞ്ഞു തരും, ഇവിടെ ഇങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ നന്നായിരിക്കും. സോ ദാറ്റ് ഇസ് ഇവാലുവേറ്റ്സ് ആൻഡ് മോണിറ്റേഴ്സ്. ആ ഒരു പ്രൊഫഷണൽ വർക്കിംഗ് ഓഫ് ദ സൂപ്പർവൈസറിനെ എൻഹാൻസ് ചെയ്യുക എന്നാണ് ഉദ്ദേശം. അല്ലാണ്ട് അവരെ ഇങ്ങനെ എന്താ പറയാ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളതല്ല. അവരുടെ വർക്കിനെ വീണ്ടും എൻഹാൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും. സൂപ്പർവൈസർ കണ്ടിന്യൂസ്ലി മോണിറ്റേഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് റിഗാർഡിംഗ് സൂപ്പർവൈസി പെർഫോമൻസ്. സൂപ്പർവൈസിയുടെ ആ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ആണ് ഈ ഇവാലുവേഷനും മോണിറ്ററിങ് നടക്കുന്നത്. ഇതൊരു സ്പെഷ്യലൈസ്ഡ് സർവീസ് ആണല്ലേ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ശരിക്കും ക്വാളിറ്റി ആണ് കൂട്ടുന്നത്. ക്വാളിറ്റേറ്റീവ് അഡ്വാൻസ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനില് ക്വാളിറ്റേറ്റീവ് അഡ്വാൻസ്മെന്റ് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട്. ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടീച്ചർ എന്ന് പറയുന്നത് പോകുന്നത് ഒരു ലേണിംഗ് പ്രോസസ്, ലേണിംഗ് സിറ്റുവേഷൻ, അല്ലെ? ആ ലേണിംഗ് എൻവയോൺമെന്റിലേക്കാണ്. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറഞ്ഞു 5 കീ ഫാക്ടേഴ്സിൽ നമുക്കറിയാം ടീച്ചറും കുട്ടികളും കൂടെ പോകുന്ന ഒരു ലേണിംഗ് പ്രോസസ് ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൂടുന്ന എൻവയോൺമെന്റ് ഉണ്ട്, ലേണിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ലേണിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതിനെ ഡെവലപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ടീച്ചർ ഡെവലപ്പായി, കുട്ടികൾ പ്രൊഡക്റ്റീവായി. ഇതിന് വേണ്ടിയിട്ടാണ് പുറകിൽ നിന്ന് ഒരാള് സപ്പോർട്ട് ചെയ്യുന്നത്, സൂപ്പർവൈസർ. അല്ലാതെ അവരെ ഇൻസ്ട്രക്ട് ചെയ്യുക, ഇങ്ങനെ പഠിപ്പിച്ചാൽ മതി, അങ്ങനെ പഠിപ്പിച്ചാൽ മതി, അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇവിടെ ഒരു ക്വാളിറ്റേറ്റീവ് അഡ്വാൻസ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ആണ് വേണ്ടത്. ഇതെല്ലാമാണ് സൂപ്പർവിഷൻ എന്താണ്, സൂപ്പർവൈസർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇനി എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലാണ് സുജിത നമുക്കത് ആ ഒരു സുജിതയുടെ ഒരു പ്രൊഫഷനിൽ ഉണ്ടായ ചേഞ്ചസ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. സോ ഇതിന്റെ പർപ്പസ് എന്താണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു അവിടെ കമ്പനിയിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടായി, വർക്കേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ വർക്കേഴ്സിന് കമ്പനിയോടും കമ്പനിക്ക് വർക്കേഴ്സിനുള്ളതുമായിട്ടും അപ്പൊ അതൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവും. പിന്നീട് കമ്പനി പ്രോഗ്രസ് ആകുമ്പോൾ അതിനനുസരിച്ച് വർക്കേഴ്സിന് കിട്ടുന്ന സാലറിയിലോ ബോണസിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാകും. സോ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ. എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ് ബെറ്റർ ടീച്ചിങ്
അതുപോലെ ലേണിംഗ് സിറ്റുവേഷൻ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടുന്ന അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അതാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ആസ്പെക്ട്. അവരുടെ ഉദ്ദേശം അതാണ്. ടീച്ചർമാർക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാനും പറ്റണം, കുട്ടികൾക്ക് നല്ല രീതിയിൽ അത് പഠിക്കാനും പറ്റണം. ആ രീതിയിലുള്ള ലേണിംഗ് സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ടീച്ചേഴ്സിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, എങ്ങനെ അവർക്ക് അവർ ചെയ്ത കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളോട്, സെൽഫ് അനലൈസ് ചെയ്യണം. നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം. ഓക്കെ, ഞാൻ ചെയ്തത് ശരിയാണ്. നമ്മൾ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യണം. ഞാൻ അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ ദാറ്റ്സ് ടൈപ്പ് ഓഫ് സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യണം. സെൽഫ് ഇംപ്രൂവ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തൊരു നമ്മൾ അസൈൻമെന്റ് ലിങ്ക് അയക്കാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു വാട്സപ്പ് നമ്പർ കിട്ടും. അപ്പോ വാട്സപ്പ് നമ്പറിൽ എനിക്ക് വന്നിരിക്കും. ആ വാട്സപ്പ് നമ്പറിലേക്ക് ചെയ്ത ആക്ടിവിറ്റീസിന്റെ ഫോട്ടോസ് എടുത്ത് അയച്ചേക്കും. ഞാൻ അതിനകത്ത് കമന്റ് ഇട്ട്, യു ആർ സപ്പോസ് ടു സെൻഡ് അസൈൻമെന്റ്സ് ഓൺലി, യു നീഡ് ഓഫ് സെൻഡ് ദിസ് പിക്ചേഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് എന്നൊക്കെ. അപ്പൊ ആൾക്ക് ഒത്തിരി ഫീൽ ചെയ്തു തോന്നുന്നു കേട്ടോ. നമുക്കറിയില്ലല്ലോ ഏത് സിറ്റുവേഷനിലാണ് അവൻ ഇരിക്കുന്നതെന്നുള്ളത്. ഐ എം വർക്കിംഗ്, ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു കമന്റ് ആണ് എനിക്ക് തിരിച്ചു വന്നിട്ടോ. ഞാൻ പറഞ്ഞു യെസ് ഐ ഡു അണ്ടർസ്റ്റാൻഡ്. കുട്ടിക്ക് അറിയില്ല വാട്സപ്പ് ചെക്ക് ചെയ്യണമെന്ന്. ഞാൻ അന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സെയിം ആള് തന്നെ എനിക്ക് എന്റെ ഫോണിലേക്ക് ഇതിന്റെ ഇമേജ് അയക്കുക വീണ്ടും. അപ്പൊ ഞാൻ പറഞ്ഞു ഇമേജ് കയ്യിൽ ഇത് കീപ്പ് ചെയ്തോളൂ, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വേറൊന്നും ചിന്തിച്ചില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോ കുട്ടി എന്നോട് പറയാ, മാം ഞാൻ റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത്, അതെനിക്ക് DP കണ്ടപ്പോ ഒരാളാന്ന് മനസ്സിലായി. ഞാൻ റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത്, ചെറിയ കുട്ടിയാട്ടോ, റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത്, ഞാൻ ചെയ്തത് ശരിയാണോ എന്നൊന്ന് നോക്കി പറയാമോ. എനിക്ക് ഒരാളിങ്ങനെ അയക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് നോക്കാൻ സമയം കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ജനറലി അങ്ങനെ മെസ്സേജ് അയച്ചത്. എല്ലാവരോടും ഒരേപോലെ അല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ക്ലാസ്സിൽ ഇത് കാണിക്കാൻ പറ്റിയില്ല. കാരണം നമുക്കറിയാം നിങ്ങളെല്ലാരും ഭയങ്കര ക്യൂരിയസ് ആയിട്ടായിരിക്കും, ഈ ഭയങ്കര ഇഷ്ടത്തോടെ ആയിരിക്കും ഈ ക്രാഫ്റ്റ് വർക്കുകളും മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നൊക്കെ ചെയ്തത്. അപ്പൊ ക്ലാസ്സിൽ കാണിക്കാനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ക്ലാസ്സിൽ കയറുന്നവരതൊക്കെ ക്ലാസ്സിൽ കാണിക്കുന്നു. റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ കാണുന്നത് എന്താ, എല്ലാവരും ക്ലാസ്സിൽ അവർ ചെയ്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കാണിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്. അപ്പൊ ശരിക്കും ആളുടെ ആ ഒരു രീതി മനസ്സിലാക്കി എനിക്ക്. അപ്പൊ ഞാനിത് ജനറലി നമ്മളിങ്ങനെ നോക്കുമ്പോൾ അസൈൻമെന്റ്സ് ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴേക്ക് ഇങ്ങനെ അസൈൻമെന്റ് അല്ലാത്ത സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ആ ഒരു മെസ്സേജ് ഞാനങ്ങ് ഇട്ടുപോയതാണ്. ആളിന്ന് എനിക്ക് ഇന്നലെ രാത്രി ഇരുന്ന് അത് നോക്കുമ്പോഴാണ് കണ്ടത്. ഡു യു അണ്ടർസ്റ്റാൻഡ് ഐ ആം വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടേക്കണം. അത് കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് രാവിലെ എനിക്ക് മാം അതൊന്ന് നോക്കിയിട്ട് പറയണം. അപ്പൊ എനിക്ക് അതൊരു സമയം കിട്ടില്ല. മറ്റൊരു പ്രശ്നമുണ്ട്, ക്ലാസ് ഉണ്ട്, ഈ പറയുന്ന അസൈൻമെന്റ്സ് എല്ലാ ബാച്ചിലെയും വരുന്നത് ചെക്ക് ചെയ്യണം. അങ്ങനെ ഇങ്ങനെ വരുമ്പോ ഇത് കൂടെ ഒക്കെ വരുമ്പോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മെസ്സേജ് ഇട്ടത് കേട്ടോ. അപ്പൊ ഒരാൾക്ക് നമ്മൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് അത് പ്രോപ്പറായിട്ട് അവർക്ക് ആ സപ്പോർട്ട് ഒരു വിഷമങ്ങൾ ഇടയ്ക്ക് വരരുതല്ലോ, സങ്കടം പോലെ വരരുതല്ലോ. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും അതൊരു ഫീലിങ്സ് ആയിട്ട് വരരുതല്ലോ. പലപ്പോഴും ഫേസ് ടു ഫേസ് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അപ്പോഴും നമ്മളുടെ നോൺ വെർബൽ ക്യൂസ് ആണെങ്കിലും വെർബൽ ക്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് എന്തുദ്ദേശിച്ച് അയക്കണേന്ന് റിസീവർക്ക് മനസ്സിലാവണമെന്നില്ല, റിസീവർ എന്തുദ്ദേശിച്ച് അയക്കണേന്ന് നമുക്കും മനസ്സിലാവണില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് ബോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം അല്ലെ. അപ്പോഴാണ് ഒരു മെസ്സേജിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പം ഒരു കുട്ടി അയക്കുമ്പോൾ അതങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അത് ഇങ്ങനെ വായിച്ചപ്പോ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ക്യൂട്ട്, അതിനോടൊരു ക്യൂട്ട്നെസ് ഒക്കെ തോന്നി. ഒരു ചെറിയ ഒരു മോളാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. പക്ഷെ ഇത് ഇങ്ങനെ ഇത് അയക്കരുതട്ടോ എന്ന്. കാരണം നിങ്ങൾ ചെയ്യുന്നതൊന്നും റോങ് അല്ല. നിങ്ങളുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് ഒരു ഇതുണ്ടാക്കി ഇപ്പൊ ശരിയാണ്, ഞാനത് ചെയ്തത് ശരിയാണോ എന്ന് മാം ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സമാധാനമായി. തെറ്റാണെങ്കിൽ ഞാനതൊന്ന് കറക്റ്റ് ചെയ്യാം. അത് ഉദ്ദേശിച്ചാണ് കുട്ടി എനിക്ക് അയച്ചു തന്നേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് അയച്ചത്. പക്ഷെ നമ്മൾ ഒരിക്കലും നിങ്ങളാരും ഇറ്റ്സ് മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ പറയില്ല. ആകെ ഏതോ ഒരു കുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, പേര് എഴുതിയിട്ട് മോണ്ടിസോറിന്ന് എഴുതി. അപ്പൊ ഞാൻ മോണ്ടിസോറിയുടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്ന് സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തേക്കണേന്ന് പറഞ്ഞു. മോണ്ടിസോറി ബാച്ച് എന്നാണ് എഴുതിയത്. റെലവന്റ് അല്ല, ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആള്, പറയുമ്പോൾ റെലവന്റ് അല്ല. പക്ഷെ എന്നാലും മോണ്ടിസോറിയുടെ സ്പെല്ലിങ് നമ്മൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് തെറ്റിക്കുമ്പോൾ എനിക്കൊരു വിഷമം. അതുകൊണ്ട് ഞാൻ മനസ്സിൽ പ്ലീസ് ഇതൊന്ന് കറക്റ്റ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് കൊടുത്തു.
സെയിം തന്നെ 8th ബാച്ചിന്റെ മാഗസിൻ വന്നപ്പം അവർക്കൊരു മെസ്സേജ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മെസ്സേജ് ഞാൻ കൊടുത്തതിൽ എനിക്ക് പ്രിയപ്പെട്ട 2 ആൾക്കാരുടെ കോട്ട്സും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. APJ അബ്ദുൽ കലാമിന്റെ കോട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് എന്റെ മെസ്സേജും കഴിഞ്ഞ് എൻഡ് ചെയ്യുന്നത് മറിയാം മോണ്ടിസോറിയുടെ കോട്ടിലാണ്. ഞാനിത് വാട്സപ്പിൽ ടൈപ്പ് ചെയ്താണ് അവർക്ക് കൊടുത്തത്. ടൈപ്പ് ചെയ്തപ്പോൾ മോണ്ടിസോറിയുടെ സ്പെല്ലിംഗ് ഞാൻ കറക്റ്റ് ടൈപ്പ് ചെയ്തു. പക്ഷെ ഇവര് ടൈപ്പ് ചെയ്ത് കയറ്റിയപ്പോൾ MONTRI എന്നുള്ളതിന് പകരം RY എന്നിട്ട് ഞാനത് കറക്റ്റ് ചെയ്ത് വീണ്ടും കൊടുത്തു. അപ്പൊ തുടക്കത്തില് കറക്റ്റ് ആയി. ഡോക്ടർ മറിയാം മോണ്ടിസോറി എന്ന് പറഞ്ഞ കോട്ട് കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും വൈ വന്നു. ഒരു ഫൈനൽ ആക്കി പ്രിന്റും എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് അതിന്റെ PDF അയച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, വീണ്ടും മോണ്ടിസോറിയുടെ സ്പെല്ലിംഗ് മാറിപ്പോയിട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചില കമന്റ്സ് മാത്രമാണ് കേട്ടോ നിങ്ങളുടെ അസൈൻമെന്റിലൊക്കെ, ഞാൻ അസൈൻമെന്റ് ആണെങ്കിലും അതിലൊക്കെ വരുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇത് ചെയ്തത് തെറ്റാണോ അല്ലെങ്കിൽ നമ്മളുടെ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കമന്റ് ചെയ്യുള്ളൂ. ഇത് നിങ്ങൾ ചെയ്യുന്നത് ഇറ്റ്സ് ഫ്രം യുവർ വ്യൂസ്, നിങ്ങളുടെ വ്യൂസ് അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം അനുസരിച്ചല്ലേ ചെയ്യുന്നത്. അത് റോങ് ആണെന്ന് ഒരിക്കലും നമ്മളുടെ മെത്തേഡിൽ പറയില്ല കേട്ടോ. ഓക്കെ, നമ്മള് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ ഒരു പർപ്പസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു സർവീസ് ഉദ്ദേശം. ഇത് മുഴുവൻ നമ്മൾ വായിച്ചു നോക്കിയാലും, ഈ നമ്മുടെ മോഡ്യൂൾ 4 and 5 വായിച്ചു നോക്കിയാലും നമ്മൾക്ക് ഔട്ട്കം, നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്, അവർക്ക് സ്കില്ലും നോളജും മാത്രമല്ല അവരുടെ ഉള്ളിലെ മനുഷ്യന്റെ കുറെ നന്മകൾ അത് ഉണ്ടാകണം. ആ രീതിയിലുള്ള കുഞ്ഞുങ്ങളായിട്ട് അവര് പുറത്തേക്ക് വരണം. മനുഷ്യന്റെ നന്മ, വളരെയധികം നന്മയുള്ള ഒരു ജീവി തന്നെയാണ് മനുഷ്യര്. പക്ഷെ പല പല സാഹചര്യങ്ങൾ കൊണ്ടും അവരുടെ പല പല പ്രശ്നങ്ങൾ കൊണ്ടും അത് പലപ്പോഴും അവര് കാണിക്കുന്നില്ല, അവര് മറ്റു മനുഷ്യരോട് കാണിക്കുന്നില്ല. അപ്പൊ കുഞ്ഞുങ്ങളിൽ ആ നന്മയോടുകൂടി അവർ വളരണം. ഇതന്നെയായിരിക്കും മറിയാം മോണ്ടിസോറിയുടെ ഉദ്ദേശം. നമ്മുടെ ഇവിടെയും അത് തന്നെയാണ്. ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീന്റെ പാർട്സോ പ്രോഡക്ട്സോ ഒന്നുമല്ല, ജീവനുള്ള കുറെ പ്യുവർ സോൾസ്, പ്യൂരിറ്റി ഉള്ള സോഴ്സ് ആയിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങൾ വരണം. അത് ഉദ്ദേശിച്ചിട്ടാണ് എഡ്യൂക്കേഷൻ ഈ സൂപ്പർവിഷൻ ഇവിടെ വരുന്നത്. നമ്മളുടെ ഡ്യൂട്ടി, നമ്മുടെ റോളും അത് തന്നെയാണ്. സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മെയിൻറ്റെയിനിങ്. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണെങ്കിലും നമ്മളുടെ ആഗ്രഹത അവരുടെ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്ന് അവർക്ക് ഗുഡ് വാല്യൂസ്, നല്ല വാല്യൂസ് അവർക്ക് വരണം. ഞാൻ ഏതൊക്കെയോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ആ സ്കൂളുകളിലെ സ്റ്റാൻഡേർഡ്, സാറ്റിസ്ഫാക്ടറി സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറയുമ്പോൾ ഫീസിന്റെ സ്ട്രക്ചർ ഭയങ്കര കൂടുതലായിരിക്കും, യൂണിഫോമിന്റെ രീതി, അവിടുത്തെ പ്രോഗ്രാമുകളും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് കാണിക്കുന്നുണ്ടാവും. ഞാൻ എന്റെ കുട്ടികൾ പഠിക്കുന്ന ഒരു സാധാരണ CBSE സ്കൂളിലാണ്, ഒരു കോൺവെന്റ് സ്കൂളാണ്. മോളും അവിടെ തന്നെയാണ് LKG തുടങ്ങി 10th വരെയും പഠിച്ചത്. അവളിപ്പോ +2 കഴിഞ്ഞു. മോൻ ഇപ്പൊ 9th എത്തി. അപ്പൊ മോൻ 6th സമയത്ത് എന്റെ കൂടെ PT ഉണ്ടായിരുന്ന മോന്റെ ക്ലാസ്സിലൊരു കുട്ടിയുടെ അച്ഛൻ എന്നോട് പറയുണ്ടായി, പക്ഷെ എന്തിനാ കുട്ടിയെ സ്കൂളിൽ ചേർക്കണേ, ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മര്യാദക്ക് ലാംഗ്വേജ് ഒന്നും വരുമൊന്നുമില്ല, ഇവിടെ നിന്ന് മാറ്റണം, അത്ര നല്ല ടീച്ചേഴ്സ് ഒന്നും അല്ല, ഇവിടെ നിന്ന് മാറ്റണം, ഞാൻ മോനെ മാറ്റുകയാണെന്ന് പറഞ്ഞിട്ട് റോഡിന്റെ ഔട്ട്സ്കേർട്ടിലുള്ള ഒരു ഭയങ്കര ഒരു ടോപ്പ് സ്കൂളിലേക്ക് കുട്ടിയെ മാറ്റി 1 month കഴിഞ്ഞപ്പോ ഞാൻ ഈ ആളെ കണ്ടു കേട്ടോ. ഭയങ്കര ഫീസും ആണ് അവിടെ. ആളെ കണ്ടു, സംസാരിച്ചു. ഞാൻ ചോദിച്ചു മോൻ എങ്ങനെയുണ്ട്, ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സ്കൂളൊക്കെ നല്ലതാ, ഭയങ്കര പഠിപ്പിക്കലൊക്കെയാണ്, പക്ഷെ ഒരു ദിവസം അവൻ ആബ്സെന്റ് ആയി. അപ്പൊ ആബ്സെന്റ് ആവുമ്പോ അന്നത്തെ ദിവസം കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ, പല പല സബ്ജക്ട്സ്. ആ എന്തൊക്കെ പഠിപ്പിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ക്ലാസ്സിൽ തന്നെയുള്ള ഒരു കുട്ടിയെ വിളിച്ചപ്പം ഷെയർ ചെയ്തില്ല, ഞങ്ങളത് ഷെയർ ചെയ്യില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന്. ഇവിടെയാണെങ്കിൽ ക്ലാസ് ആബ്സെന്റ് ആയ കുഞ്ഞുങ്ങളുടെ അമ്മമാരോ ടീച്ചർമാരോ കോൾ ചെയ്യും, എന്താ വരാതിരുന്നത്, അപ്പൊ വരാത്ത ദിവസത്തേക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ അങ്ങോട്ട് അയച്ചു കൊടുക്കും, ഇങ്ങോട്ടും തിരിച്ചങ്ങനെ അയച്ചു തരും. അങ്ങനെയൊക്കെ ഹോംവർക്ക് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെയൊക്കെ രീതിയിലായിരുന്നു മോൻ പഠിക്കുന്ന സ്കൂളിൽ. ഇപ്പോഴും കുട്ടികൾ തമ്മിൽ ഒരു സുഖമില്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിളിക്കും, എന്താ ക്ലാസ്സിൽ വരാത്തെ, ആ രീതിയിൽ. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പേ ആ സ്കൂളിൽ ഇല്ലാതെ എല്ലാവരും എനിക്ക് പഠിക്കണം, എനിക്ക് മാർക്ക് സ്കോർ ചെയ്യണം, ആ രീതിയിൽ ചെറിയ ക്ലാസ് തുടങ്ങിയ കുട്ടികൾ അങ്ങനെ ആയി പോവാം. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടികൾ ഭയങ്കര വയലന്റ് ആവുന്നു, തമ്മില് അടി കൂടുന്നു, അങ്ങനത്തെ ചില അതും പുറത്തും അറിയണമില്ല, അങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഈ കുട്ടിയുടെ അച്ഛൻ എന്നോട് പറയും. കുട്ടിയുടെ അച്ഛന് നമ്മുടെ ഈ സ്കൂൾ ഇഷ്ടമാണ്, പക്ഷെ പഠിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ് ബെറ്റർ ആക്കാൻ വേണ്ടി ആള് വേറൊരു സ്കൂളിലേക്ക് പോയതാണ്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് ബെറ്റർ ആക്കുന്നതിനൊപ്പം തന്നെ നമുക്കിങ്ങനെ പ്രോഡക്ട്സ്, റോബോട്ടിനെയല്ലോ ആവശ്യം,
നന്മയുള്ള കുറേ മനുഷ്യരെയാണ്. ഇവരുടെ നോളജും സ്കില്ലിനൊപ്പം തന്നെ വാല്യൂസും ഇവരുടെ ഉള്ളിൽ വരണം. ആ രീതിയിലുള്ള ഔട്ട്കം ഉണ്ടാക്കാനായിട്ട് അവിടെ ടീച്ചേഴ്സിനാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. ആ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ബാക്ക് ബോൺ ആയിട്ടുണ്ടാവും. ദാറ്റ് ഇസ് സൂപ്പർവൈസർ. ഓക്കെ ഫൈൻ. സോ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ നമുക്ക് നെക്സ്റ്റ് ഇതൊക്കെ കഴിയുമ്പോഴേക്ക് ബേസിക് പ്രിൻസിപ്പിൾ ഒക്കെ വരുന്നുണ്ട് കേട്ടോ, എഫക്റ്റീവ് സൂപ്പർവിഷന്റെ. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെമിനാർ എടുക്കാം. നിങ്ങൾ നോക്കൂ, സെമിനാർ എടുക്കാൻ റെഡി ആണെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് എനിക്ക് ഒന്ന് മെസ്സേജ് ഇട്ട് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ജസ്റ്റ് ഈ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക. ഈ ടോപ്പിക്കാണ് ഒരേ ആള് 2-3 പേര് ഒരേ ടോപ്പിക് എടുക്കുന്നതിന് നല്ലത് നിങ്ങൾ ഗ്രൂപ്പിൽ പറയാം ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ റെഡിയാണ് പറയുമ്പോഴേക്കും വേറൊരാൾക്ക് വേറൊരു ടോപ്പിക് സെലക്ട് ചെയ്യാലോ. പിന്നെ ഒരാൾ സെമിനാർ എടുക്കുവാന്ന് കരുതി ആ ടോപ്പിക് നിങ്ങൾ വായിക്കാതിരിക്കണ്ട, വായിച്ചിട്ടൊന്ന് വരിക. അപ്പം ആളിത് പറഞ്ഞു കഴിയുമ്പോൾ സെമിനാർ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം മോർ പോയിന്റ്സ്, ഞാനും ആഡ് ചെയ്യാം മോർ പോയിന്റ്സ്. അങ്ങനെ നമുക്കത് കുറച്ചുകൂടെ റിസോഴ്സ്ഫുൾ ആക്കാം. ഓക്കെ ദെൻ ഈ ചാപ്റ്ററിന് നമ്മൾ സെമിനാർ ചെയ്യണ്ടേ? എന്റെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് റിലേറ്റഡ് ചെയ്യാം. വേറെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലാണ് എടുക്കാൻ ഇഷ്ടം, അങ്ങനെ താല്പര്യം, അങ്ങനെ സമയം കിട്ടുവാണെങ്കിൽ അങ്ങനെ സബ് ടു യു. അല്ലെങ്കിൽ അതിന്റെ ടോപ്പിക്കാണ് കുറച്ചുകൂടെ സെമിനാർ എടുക്കാൻ നിങ്ങൾക്ക് കണ്ടന്റ് ഉള്ളതെങ്കിൽ അങ്ങനെ സബ് ടു യു. നോ പ്രോബ്ലം. ഓക്കെ, എന്താണേലും എടുക്കുന്നതിന് മുമ്പ് മിസ്സിനോടൊന്ന് ഇൻഫോം ചെയ്യണം ഏതാ ടോപ്പിക് എന്നുള്ളത്. അതെ അതെ. ഓക്കെ മിസ്, താങ്ക് യു. കാരണം അവിടെ നിങ്ങളായിരിക്കും ക്ലാസ് ലീഡ് ചെയ്യുന്നത്. സെമിനാർ ആണെങ്കിൽ ഒരു ക്ലാസ് ലീഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോ ഞങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്ത് ഞങ്ങൾ ഇരിക്കും. സെമിനാർ കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഞങ്ങൾ ബാക്കിയുള്ളവർക്ക്. ഓക്കെ ഓക്കെ, ടുഡേ ക്ലാസ് ഈസ് ഗുഡ് മിസ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.